എന്താ ഇത്? പാർട്ടി ജാഥയാണോ? എങ്ങോട്ടാ? നിനക്കൊന്നും അറിയാമല്ലേ? ഇത് കൊള്ളാമല്ലോ. ചുമ്മാ ഇരുന്നിടത്ത് ചുണ്ണാമ്പിട്ടോ നീയല്ലേ? എന്നിട്ട് പോ. നിന്റെ അമ്മായപ്പൻ സ്ത്രീധനം തരുവോ ഇല്ലയോ എന്നുള്ളത് ചോദിക്കാൻ പോവാ. അതങ്ങനെ മുഖത്തടിച്ച പോലെ ചോദിക്കേണ്ട കാര്യമല്ല. അതിനെ ഞാൻ കൂടെ വരാം. പിന്നെ എന്തിനാണെന്ന് ചോദിച്ചാൽ ചെറുക്കൻ പെണ്ണിനെ കാണണമെന്ന് ഒരേ വാശി. അതുകൊണ്ടാണ് എല്ലാരും കൂടെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറയണം. എനിക്ക് പെണ്ണിനെ കാണാം, നിങ്ങൾക്ക് ഒതുക്കത്തിൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം. എന്താ ചുമ്മാ നല്ല ഭരതം പിള്ള നിന്നെ വക്കീലിനെ പഠിപ്പിച്ചത്? ഗോപാലിനെ നേരിട്ട് കൊടുക്കാനും വയ്യ, പോസ്റ്റിൽ അയക്കാനും പറ്റില്ല. അതെന്താ മോളു? അയാള് മരിച്ചുപോയിട്ടെ 1 വർഷം കഴിഞ്ഞു വെച്ചാ. അതുകൊണ്ടാ ഒരു പട പോലെ ഇങ്ങോട്ട് വരുന്നുണ്ട്. എവിടെ? എടേ ആ ചമുക്കാളെടുത്ത് വിരിയടേ. മോളെ ഇതെല്ലാം ഒന്ന് മാറ്റി. ശരി അച്ഛാ. വാ വാ, ഇത് ആരൊക്കെ വന്നിരിക്കുന്നത്? ഇവൻ വന്ന മോല് പെണ്ണിനെ കാണണം വാശി പിടിക്കുക. അതാ പെണ്ണിനെ ഒന്ന് കണ്ട് പെണ്ണിന്റെ അച്ഛനെ ഒന്ന് കണ്ടിട്ട് പോയല്ലോ എന്ന് കരുതി. അത് നന്നായി. അമ്മേ ഗംഗയൊന്ന് വിളിക്ക്. എടി ഗംഗേ, നിന്നെ കാണാൻ ചെറുക്കൻ വീട്ടുകാർ വന്നിരിക്കുന്നു. സാരി എടുത്തോണ്ട് വേഗം ഇറങ്ങി വാ. ഇതല്ലേ പെണ്ണിന്റെ അപ്പൂപ്പൻ? എഴുന്നേറ്റ് നമസ്കാരം. അപ്പൂപ്പ അതാ ചെറുക്കൻ. ചെവിയും കേൾക്കാതെ ഓരോന്ന് പറഞ്ഞു തൊലയ്ക്കും. ഇതാണ് ചെറുക്കൻ. എന്താ പറഞ്ഞു? കുറുക്കനോ? അപ്പൊ ചെറുക്കൻ വന്നില്ലേ? ചേച്ചി വന്ന കാര്യം തുടങ്ങ. എടാ വേലു, പെണ്ണിന് നീ എന്ത് ചെയ്യാൻ പോവാ? കല്യാണം കഴിപ്പിക്കാൻ പോവാ. ഇവന്റെ ഈ കളി വർത്താൻ എവിടെ പോയി നിൽക്കുമെന്ന് അറിയാല. അതല്ലേട്ടാ, കല്യാണത്തിന് എന്ത് കൊടുക്കാനാ പ്ലാൻ എന്നാ ചോദിക്കുന്നത്. ഞാൻ പെണ്ണിനെ അങ്ങോട്ട് തരുന്നു, നിങ്ങൾ പയ്യനെ ഇങ്ങോട്ട് തരുന്നു. അത് തന്നെ പ്ലാൻ. ഇയാളൊന്ന് മേടിക്കും. കേട്ടല്ലോ, വിടരുത്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? നിങ്ങളുടെ മോക്ക് എന്ത് തരും എന്നായി ചോദിക്കുന്നേ? ഓ, ഈ കല്യാണം നിശ്ചയിച്ചത് നിങ്ങളുടെ അച്ഛനാ? അദ്ദേഹം വരട്ടെ, ഞാൻ അങ്ങോട്ട് പറഞ്ഞോളാം. ഓ, ഇതിലിപ്പോ ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ല. എന്റെ അച്ഛനോട് പറയാനുള്ളതൊക്കെ എന്നോടും പറയാം. കല്യാണം കഴിയുന്നതിന് മുമ്പ് ഉള്ളതൊക്കെ തുറന്നു പറയുന്നില്ലേ അതിന്റെ ഒരു മര്യാദ? അതല്ലേ അതിന്റെ ഒരു ശരി? ചെറുക്കം താലി കെട്ടാൻ പോകുന്നത് ഇവിടുത്തെ പെണ്ണിനെയാ, സ്ത്രീധനത്തിലല്ല. എന്റെ മോളെ ഞാൻ തരിക, അതല്ലാതെ വേറെ എന്ത് തരാനാ ഞാൻ? സ്വാമി, നീ പറഞ്ഞ ശരിയാണല്ലോടാ. ഞാനെന്തോന്ന് പറഞ്ഞു? നീ പറഞ്ഞടേ. അതെ അതെ, പറഞ്ഞു. ഒരു പെണ്ണിന്റെ അച്ഛൻ പറയേണ്ട വർത്താന ഇത്. എന്തോ നടാ വേലു ഇത്? 4 പേര് അതും ഇതൊക്കെ പറയത്തില്ലയോടാ? 4 പേരല്ല, 400 പേര് 4000 തരത്തിൽ പറഞ്ഞാലും വെറുതെ കയ്യും വീശി എന്റെ മോള് നിങ്ങളുടെ വീട്ടിലോട്ട് വന്ന് കേറും. അപ്പൊ ഇതാണോ നിങ്ങളുടെ തീരുമാനം? എനിക്ക് പല പല വർത്തമാനമില്ല. പറഞ്ഞില്ലേ, ഞാൻ എന്റെ മോളെ അങ്ങോട്ട് തരിക. വേറെ എന്താ നിങ്ങൾക്ക് വേണ്ടത്? തിരുനെല്ലൂർ ഇറങ്ങേണ്ടവരെ ഇറങ്ങി വാ. മുതലാളി അകത്തോട്ടിരിക്കായിരുന്നു, വന്നാട്ടെ. ഞാൻ ഇരിക്കാൻ വന്നതല്ല. ഞാൻ കേട്ടതൊക്കെ നേരാണോടേ? വെറും കൈയോടെ ഒന്നും കൊടുക്കാതെ നീ പെണ്ണിനെ അയക്കുമെന്ന് പറഞ്ഞോ? പറഞ്ഞതാ. വേറെന്തൊക്കെയോ പറഞ്ഞല്ലോ? പറഞ്ഞു. കല്യാണം കഴിക്കാൻ പോകുന്നത് എന്റെ മോളെ അല്ലേ, സ്ത്രീധനത്തിനല്ലല്ലോ എന്ന്. എന്റെ മോളെ ഞാൻ കൊടുക്കുക, വേറെ എന്താ ഞാൻ കൊടുക്കേണ്ടേ? അങ്ങനെയും പറഞ്ഞു.
ഈ തലക്കനം പിടിച്ചവൻ എന്റെ മകളെ ഞാൻ കൊടുത്തു പോയല്ലോ. 20 വർഷത്തിന് മുമ്പുണ്ടായിരുന്ന അതേ ഗൗരവം, ധൈര്യം, നേര്, അഭിമാനമുണ്ടടേ. ഒന്നാന്തരം ഒരു അമ്മായിയപ്പനെ എന്റെ വയ്യതി കിട്ടിയ സന്തോഷമായടേ. വെറും കയ്യും വീശി നിന്റെ മോൾ എന്റെ വീട്ടിലേക്ക് വരട്ടടേ. വിലമതിക്കാൻ പറ്റാത്ത നല്ല ഗുണങ്ങളും സംസ്കാരവും കൊടുത്തല്ലേ നീ അവിടുന്ന്. വേണോടേ, സന്തോഷമായടേ. എന്താ നോക്കി നിൽക്കുന്നേ? കല്യാണ നിശ്ചയം ഇപ്പൊ തന്നെ ഏർപ്പാട് നടക്കട്ടെ. അതോട് എന്തെങ്കിലും നിൽക്കണ നാളെ കാലത്ത് കല്യാണം വെച്ചാൽ നമുക്ക് പോവാം. പുരുഷസ്തമജന്യത്യം വ്രജാമി ശരണം ഹരിം സർവദാ സർവകാര്യേഷു നാസ്തി തേഷാമമംഗളം. മോളെ, എല്ലാരെയും നമസ്കരിച്ച് ആ പുടവ അങ്ങോട്ട് വാങ്ങിക്കോളൂ. നിശ്ചയം നടക്കാൻ പോവല്ലേ? എന്താ പരിപാടി ചോദിക്കും. നിശ്ചയം നടക്കാൻ പോവാ, എന്താ പരിപാടി എന്ന് ചേച്ചി ചോദിക്കുന്നു. ആലോചിച്ചോണ്ടിരിക്കാന്ന് പറ. ആലോചിച്ചോണ്ടിരിക്കുന്നു. ആലോചിച്ചോണ്ടിരുന്ന മുഹൂർത്തം അടുക്കുമെന്ന് പറ. മാതാപിതാക്കന്മാർ പറഞ്ഞുറപ്പിച്ചതുപോലെ കല്യാണ നിശ്ചയം നടക്കാൻ പോവുകയാണ്. ഇവിടെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്ന മുഹൂർത്തം അടുക്കുമെന്ന്. പോയി ചേച്ചിയോടും കുറച്ച് ആലോചിക്കാൻ പറ. തലയ്ക്കകത്ത് വല്ലതും ഉണ്ടോ നോക്കട്ടെ. തമ്പിയുടെ മകൾ ഗംഗ എന്ന് വിളിക്കപ്പെടുന്ന ഗംഗാദേവി, ഇവർ തമ്മിലുള്ള വിവാഹം ഈ വരുന്ന ചിങ്ങമാസം 16-ാം തീയതി വ്യാഴാഴ്ച കാലത്ത് 11-നും 11:30-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ നടത്തുവാൻ ഡോക്ടറെ മണ്ടയ്ക്കെന്താ എത്ര തിളക്കം? നീ ആശുപത്രിയിലേക്ക് വേടേ, അവിടെ വെച്ച് പറഞ്ഞുതരാം. അതിനൊന്നും എനിക്ക് സമയമില്ല. ഈ വിവാഹം ഇരു വീട്ടുകാരുടെയും ഉഭയസമ്മതപ്രകാരം തീരുമാനിക്കപ്പെട്ടതാകുന്നു. പട്ടണത്തിൽ ഇഷ്ടം പോലെ ഗേൾഫ്രണ്ട്സ് ഉണ്ടല്ലോ. ഉഭയസമ്മതമെന്നത് ഈ നാട്ടുകാരുടെയും ഇഷ്ടം പോലെ. സാന്നിധ്യത്തിൽ അതിലൊന്നിനോട് വരാൻ പറഞ്ഞിട്ടെ, ഇതിനെയാ ഞാൻ സ്നേഹിക്കുന്നേ, ഇതിനെ തന്നെ ഞാൻ കല്യാണം കഴിക്കുള്ളൂ എന്ന് പേരൻസിനോട് പറയണോന്ന്. ഇല്ലെങ്കിൽ കുഴപ്പാവൂന്ന്. ആയില്ലെങ്കിൽ കുഴപ്പമായില്ലെങ്കിൽ കുഴപ്പമുണ്ടാക്കാൻ ആളുണ്ടല്ലോ. പൊന്നമ്മ. സീതാരാമാഭ്യാം നമഃ. സർവേഭ്യോ മഹാജനേഭ്യോ ബ്രാഹ്മണേഭ്യോ നമഃ. ഇനി താലം കൈമാറാം. കുഴപ്പമുണ്ടാക്കാൻ പൊന്നമ്മയുണ്ടെന്ന്. എന്താ മോളെ ഗംഗ, നീ ശ്വാസം വിടാതെ ഓടി വരുന്നേ? എന്റെ കല്യാണം ഉറപ്പിച്ചു. ആഹാ, എന്നെ വിളിച്ചില്ല, എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ല. പിന്നല്ലാതെ എല്ലാവർക്കും നിങ്ങളെ ഭയമല്ലേ? ഒന്ന് കാല് വെച്ച ആ സ്ഥലം വെളുക്കുവെന്നല്ലേ? പോകുന്ന കാര്യം ഒരു കാലത്തും നടക്കില്ലെന്നല്ലേ? മഹാഭാവി, ഇത് പറയാനാണോ നീ ഇങ്ങോട്ട് വന്നേ? ചേച്ചി, എന്റെ കല്യാണം വിളിക്കാൻ വന്നതാ. ആഹാ, എനിക്ക് ചേച്ചിയുടെ സഹായം വേണം, ആശീർവാദവും വേണം. ചേച്ചി എന്റെ കല്യാണം നടത്തി തരണം. എന്റെ തങ്ക കുട്ടി, എന്നെ ഓർത്തു വിളിച്ചില്ലേ? നിന്റെ കല്യാണം ഞാൻ വന്ന് നിന്നെ നടത്തി തരാം. പൊന്നമ്മ ചേച്ചി വരാതിരിക്കല്ലേ, കല്യാണം മുടങ്ങി പോവും കേട്ടില്ലേ? ധൈര്യമായിട്ട് പോ, ഞാൻ വന്ന് നടത്തി തരാം.